ഹായ് എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈസ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് പെർഫ്യൂംസ് ഞാൻ കാണിച്ചായിരുന്നു. അതൊരു ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ കുറേ മിനി പെർഫ്യൂംസാണ് അതിലുണ്ടായിരുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കാണും. ദാറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. നിങ്ങൾ പെർഫ്യൂം ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ കുറച്ചുകൂടെ അത് വളരെ അഫോർഡബിളാണ്. 300 സംതിങ്ങിൻ്റെ അകത്താണ് നമുക്ക് 6 മിനി പെർഫ്യൂംസ് കിട്ടുന്നത്. ഇന്ന് ഞാൻ കാണിക്കുന്നത് എഗെയിൻ അഫോർഡബിൾ ആയിട്ടുള്ള വേറെ കുറച്ച് സെറ്റ് ഓഫ് പെർഫ്യൂംസാണ്. ഈ പെർഫ്യൂംസ് ബേസിക്കലി ഞാൻ കുറച്ച് പെട്ടെന്ന് മേടിച്ചതല്ല, ഓവർ ടൈം ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ എൻഗേജിൻ്റെ പെർഫ്യൂം സെറ്റ്സാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഫസ്റ്റ് മേടിച്ചത് എൻഗേജ് വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്ലൂ കളറിലുള്ള ഡിയോഡ്രൻ്റ് ആണ്. ഇത് ആക്ച്വലി തീർന്നു. ഇതിൻ്റെ സ്മെല്ലെന്ന് വന്നിട്ട് ഒരു വളരെ ഫ്രഷായിട്ട് തോന്നുന്ന നമുക്ക് ശരിക്കും പെട്ടെന്ന് കുളിച്ചൊക്കെ ഇറങ്ങി വരുമ്പോൾ കിട്ടുന്നൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രഷ്നെസ്, ഒരു സീ സൈഡ് അങ്ങനെയൊക്കെ നമുക്കൊരു ഫ്രഷ്നെസ് തോന്നുന്ന കുറച്ച് ഒരു സ്മെല്ലുണ്ടല്ലോ, അതും സിട്രസി സ്മെല്ലോടെ ചേർന്ന് വരുന്നതാണ് ഇതിൻ്റെ ഒരു നോട്ടെന്ന് പറയുന്നത്. സിട്രസ് ആൻഡ് ഫ്രൂട്ടി, കൂടുതലും കുറച്ചൊരു സിട്രസ് സ്മെല്ലും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബീച്ച് സൈഡ് വൈബ്സ് ഒക്കെ തരുന്ന കുറച്ച് സ്മെല്ലുണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു ഫ്രഷ്നെസ് ആണ് ഇതിനുള്ളത്. ഇതിനെക്കുറിച്ച് എനിക്ക് എപ്പോഴും ഈ പെർഫ്യൂം എൻ്റെ കയ്യിൽ കിട്ടുമ്പം, ആ സ്മെല്ല് എനിക്ക് കിട്ടുമ്പം ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഫ്രഷ്നെസ് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് എന്തോ ഒരു എന്താ പറയുന്നത്, അപ്പം നമ്മൾ ഡെയിലി വെയറിനായിട്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് എൻഗേജ് പറയുന്നത്. ഐ മീൻ ഇത് ഡിയോഡ്രൻ്റ് ആണ്. അപ്പം ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ല് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. ഒട്ടും നല്ല ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതായത് ഒരു 3 hours 4 hours ഒക്കെ സ്മെല്ലുണ്ടാവും. പക്ഷെ 4 hours കൂടുതൽ ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു പെർഫ്യൂം കൂടെ മിക്കപ്പോഴും ടോപ്പപ്പ് ചെയ്തിട്ടാണ് ഇടാറ്. പക്ഷേ ഏതൊക്കെ തരത്തിൽ നമ്മൾ ഇട്ടിരുന്നാൽ പോലും ഇത് അത്ര അധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം അല്ല. ആ ഒരു പ്രോബ്ലം എനിക്ക് ഇരുന്നുകൊണ്ടിട്ടാണ് ഞാൻ എൻഗേജിൻ്റെ ഈ പെർഫ്യൂം സ്പ്രേ മേടിച്ചത്. W2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചാണ്. ഇത് വന്നിട്ട് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഡെഫിനറ്റ്ലി ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആണ് എൻഗേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 220 rupees ഫോർ ഈ ബോട്ടിലിൻ്റെ സൈസ് 150 ml 220. ഇത് കുറച്ചുകൂടി ചെറുതാണ്. 120 ml 230, ഓൾമോസ്റ്റ് സെയിം റേഞ്ച്. കുറച്ച് പൈസ amount ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് കൂടുതലായിട്ടും ഒരു സാൻഡൽവുഡ്, പീച്ചിൻ്റെ ഒക്കെ സ്മെല്ലാണ് കുറച്ചും കൂടെ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നത്. പീച്ചും വാനില അതിലങ്ങനെ മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു സ്മെല്ലാണ്. പക്ഷെ കൂടുതലായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു പീച്ചി സ്മെല്ലാണെന്ന് പറയാം. അപ്പോൾ ഇതിനൊരു ഫ്രഷ്നെസ് അല്ല കിട്ടുന്നത്, കുറച്ചുകൂടെ അധികം ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് ഇതിൽ വരുന്നത്. ഫ്ലോറൽ എന്നുള്ളതിനെക്കാട്ടിലും ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് ഇതിൽ വരുന്നത്. ഇത് ഭയങ്കര പോസിറ്റീവ് വൈബ്സ് നമുക്ക് തരുന്നൊരു പെർഫ്യൂമാണ്. നമുക്കിപ്പം എന്താ പറയുക, നമ്മുടെ മൂഡൊക്കെ കുറച്ചൊന്ന് ലോ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ പോലും നമുക്ക് തന്നെത്താനെ കുറച്ചൊരു ഹാപ്പിനെസ് കിട്ടാനൊക്കെ എനിക്ക് പലപ്പോഴും ഇത് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് രണ്ടുപേരും. എനിക്ക് ഇത് രണ്ടും ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പെർഫ്യൂമിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് മേടിച്ചതാണ്. ഇത് ഞാൻ ഓൺലൈൻ കുറേ റിവ്യൂസ് എല്ലാം വായിച്ചിട്ട് ഞാൻ ഓൺലൈൻ ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് കൈ കിട്ടിയപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ ചില പെർഫ്യൂംസ് ആണ്, എനിക്ക് ഇപ്പോഴും കുറേ പെർഫ്യൂംസ് ഉണ്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത, ബിക്കോസ് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ചിട്ട് ഭയങ്കര ഫ്ലോപ്പായി എനിക്ക് ഒരു തരത്തിൽ ഇടാൻ പറ്റാത്ത കുറേ പെർഫ്യൂംസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് എൻഗേജിൻ്റെ ലക്ഷറി പെർഫ്യൂം ഗിഫ്റ്റ് സെറ്റാണ്. എനിക്കൊരു ഗിഫ്റ്റായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഞാനിതൊരു യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ സ്മെല്ലെല്ലാം ഞാൻ ചെക്ക് ചെയ്തു. ഇതിൽ 2 എണ്ണം വിമനായിട്ടും 2 എണ്ണം മെന്നായിട്ടുമാണ്. ഈ സ്ക്വയർ ഷേപ്പിലിരിക്കുന്നതാണ് മെൻ്റെ, ബാക്കി ഇത് രണ്ടും വിമൻ്റെ ആണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടെന്ന് പറയാമോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഇസ് നൈസ്. ഇത് ഫ്ലോറൽ സ്മെല്ലല്ല, ഡെഫിനറ്റ്ലി ഒരു ലീക്കായോ
എന്താ പറയുക, നമ്മുടെ ലേഡീസ് പെർഫ്യൂമിൻ്റെ സ്മെല്ല് തന്നെയാണ്. പക്ഷെ ഭയങ്കര ഫ്ലോറൽ അല്ല. ഇതൊരു എന്താ പറയുക, നമ്മൾക്ക് ചില ഷോപ്പിംഗ് മോൾസിലൊക്കെ പോകുമ്പം അതിൻ്റെ കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ സൈഡിലോട്ട് പോകുമ്പോൾ ഒരു നല്ലൊരു റിച്ച് സ്മെല്ലുണ്ട്, നല്ലൊരു എലഗൻറ്റ് സ്മെല്ല് വരില്ലേ, ആ ഒരു സ്മെല്ലാണ്. കുറച്ചൊരു മസ്കി കൂടെ ചേർന്നിട്ടുള്ള സ്മെൽ. ഞാൻ ടച്ച് ചെയ്ത് നോക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എവിടെയോ ലീക്ക് ആവുന്ന പോലത്തെ ഒരു ഫീല് വരുന്നു, കുറച്ച് ഭയങ്കര വെറ്റായിട്ടിരിക്കുന്ന പോലത്തെ. ഓക്കെ, സോ അതാണ് ആ പെർഫ്യൂം. ലീക്കായിട്ടില്ല, അതാണ് ആ പെർഫ്യൂം. പിന്നെ സെക്കൻഡ് സ്ത്രീകളുടെ ഇതാണ്. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഇത് എനിക്കറിയില്ല, എനിക്കിഷ്ടപ്പെടുന്നൊരു സ്മെല്ലല്ല. ഭയങ്കര മസ്കി സ്മെല്ല്, ഭയങ്കരമായിട്ട് കുത്തുന്ന എന്താ പറയുന്നത്, ഒരു ബ്ലാക്ക് ഓപ്പിയം അതിൻ്റെയൊക്കെ വരുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് കുത്തി, എനിക്കങ്ങനെ തോന്നുന്നു. എനിക്കതിനെ പറഞ്ഞിട്ട് കുറച്ച് ഷാർപ്പായിട്ടുള്ള നോട്ടാണ്. നമ്മൾക്കൊരു ഭയങ്കര ഫെമിനൈൻ ആയിട്ടുള്ളതല്ല, കുറച്ച് ഷാർപ്പായിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റ് അല്ല. ബട്ട് മേ ബി ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കുറ്റം എന്ന് പറയുന്നതല്ല, എനിക്ക് ചില സെൻറ്റെല്ലാം എനിക്ക് പെട്ടെന്ന് തലവേദന എടുക്കും. എനിക്ക് ആ ഒരു ടൈപ്പായിട്ട് തോന്നി. പക്ഷേ ജാസ്മിൻ അങ്ങനത്തെ ഒന്നും സ്മെല്ലല്ല കേട്ടോ. ഒരു എനിക്കറിയത്തില്ല അതിനെ പറയുന്നത്, മസ്കി സ്മെല്ലാണ്, പക്ഷെ ഇപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. പിന്നെ ഇത് രണ്ടും ആണുങ്ങളുടെയാണ്. ഞാനതിനെക്കുറിച്ച് അധികം പറയാൻ ആളല്ല. എന്നിരുന്നാലും ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ആണുങ്ങളുടെ 2 പെർഫ്യൂമിൻ്റെ സ്മെല്ല് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബേസിക്കലി ഈ യിൻ ഞാൻ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മെയിൽ വേർഷനായിട്ടാണ് ഇത് തോന്നുന്നത്. ഇത് രണ്ടും മസ്കിയാണ്, പക്ഷേ ഇത് അതിൻ്റെ ഒരു മെയിൽ വേർഷൻ, കുറച്ചുകൂടെ ഇതായിട്ടുള്ളത്. പക്ഷേ കുഴപ്പമില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ആണുങ്ങൾക്ക് ആ സ്മെല്ല് കറക്റ്റാണ്, പക്ഷേ സ്ത്രീകൾക്ക് എനിക്കറിയില്ല, എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ 4 എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നൊരു സ്മെല്ലാണ്. ഒരു പാനിൻ്റെ ഒക്കെ പോലത്തെ സ്മെല്ല്. പാൻ നമ്മൾ ഈ കഴിക്കുന്ന പാനുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അതിൻ്റെ ഒരു സ്മെല്ലാണ്. ഇതെനിക്കിഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല. ഇതാണ് ഈ എൻഗേജിൻ്റെ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസ്. വേറൊരു വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള വേറെ കുറച്ച് പെർഫ്യൂംസ് കൂടെ ഞാൻ കാണിക്കും. ഇത്ര എണ്ണത്തിനകത്ത് എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊന്നും എനിക്ക് എൻ്റെ ഫേവറേറ്റ് പറയാനും വേണ്ടുമായിട്ടില്ല. മിക്ക പെർഫ്യൂംസ് എനിക്ക് യൂസ് ചെയ്ത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് എനിക്ക് അതിനോട് കുറച്ചുകൂടി ഒരു ഇത് വരുന്നത്. ഇതിലെനിക്ക് എൻ്റെ ഫേവറേറ്റ് വുഡ് ബി ദിസ് വൺ. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല.